വളരെ ഷോക്കിങ്ങും സീരിയസും അതുപോലെ തന്നെ വളരെ വേദനാജനകവുമായ ന്യൂസുകളാണ് ഇപ്പം അയർലൻഡിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതെ, ഇന്ത്യൻസ്ക്കെതിരെയായിട്ടുള്ള ഒരു മാസീവ് റേഷ്യൽ അറ്റാക്സ് ആണ് ഇപ്പോൾ അയർലൻഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ജൂലൈ 19 ആദ്യമായിട്ട് ഡബ്ലിംഗിൽ വെച്ചൊരു ഇന്ത്യക്കാരന് അറ്റാക്ക് ഉണ്ടാവുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ചെയിൻ പ്രോസസ് പോലെ അയർലൻഡിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇതുണ്ടായി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സന്തോഷ് യാദവ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനെ, ഒരു ഇന്ത്യൻ IT പ്രൊഫഷണലിനെ സ്വന്തം അപ്പാർട്ട്മെൻറ്റിന് താഴെ വെച്ചാണ് ഒരു കൂട്ടം ടീനേജേഴ്സ് അറ്റാക്ക് ചെയ്തത്. ആളുടെ ചീക്ക് ബോണൊക്കെ തകർത്തു, ആളുടെ കണ്ണാടി ചവിട്ടി പൊടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എംബസി ഒരു അഡ്വൈസറി ഇറക്കിയിട്ടുണ്ട്. അതായത് ഇന്ത്യൻസ് ഒട്ടും സേഫ് അല്ല, നിങ്ങൾ ജാഗ്രത പാലിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്വൈസറി ഇറക്കിയിട്ടുണ്ട്. അതെ, അയർലൻഡിലുള്ള ഡബ്ലിംഗിലുള്ള ഇന്ത്യൻ എംബസി അവരെ ഒരു നോട്ടീസ് അല്ലെങ്കിൽ ഒരു അഡ്വൈസറി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും റിപ്പോർട്ട് ചെയ്യണം. അതിന് എന്താണ് മെയിൽ ID കോൺടാക്ട് നമ്പറൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. സോ ഇഷ്യൂ എത്രത്തോളം വലുതാണെന്നും ഇത് എത്രത്തോളം എസ്കലേറ്റ് ചെയ്തെന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക. ഈ ഒരു സമയത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓരോ ഇന്ത്യക്കാരും അവരുടെ ഐക്യം കാണിക്കേണ്ടത്. അതെ, എല്ലാവരും ഒരുമിച്ച് കൂടി നിൽക്കുക, ഇതിനെതിരായിട്ട് പ്രതികരിക്കുക. ആരും പേടിക്കാൻ വേണ്ടിയിട്ടുള്ള അതെ, ഇവർ ഈ അക്രമകാരികൾ വിചാരിക്കുന്നത് നമ്മൾ അറ്റാക്ക് ചെയ്താൽ നമ്മൾ പേടിച്ച് മിണ്ടാതിരിക്കുന്നതാണ്. സോ അതല്ല വേണ്ടത്, നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കണം. കാരണം നിയമപരമായും മാനുഷികപരമായിട്ടുള്ള എല്ലാ അവകാശങ്ങളുള്ള ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും അവിടെ ഇരിക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യാം, അവരെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലാവരുത് നമ്മളുടെ പ്രതിഷേധം എന്നുള്ളത് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. മാത്രമല്ല, ഇത് കൂടുതലും സംഭവിച്ചിട്ടുള്ളത് ആണുങ്ങൾക്കാണ്. ഈ ഒരു സമയത്തല്ല നമ്മൾ അവർ നോർത്ത് ഇന്ത്യനാണ് പറ്റിയത്, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻസിന് പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ മലയാളീസിനല്ല പറ്റിയത്, ബംഗാളിക്കാണ് പറ്റിയത്. നമ്മൾ ഈ ഒരു സമയത്തല്ല നമ്മൾ ഇങ്ങനെ ചിഹ്ന ഭിന്നമായി നിൽക്കേണ്ടത്. ഓരോ ഇന്ത്യക്കാരനും നമ്മുടെ സഹോദരി സഹോദരന്മാരാണെന്ന് നമ്മൾ എപ്പോഴും ആലോചിക്കുക. അയാൾക്ക് പറ്റിയത് നാളെ നിങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക് പറ്റാന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ചിന്തിച്ചിട്ട് വേറൊരാളുടെ വേദന നമ്മുടെയും കൂടെ വേദനയാണെന്ന് വിചാരിക്കുക. ആരെയും ഒറ്റപ്പെടുത്താതിരിക്കുക. എന്തെങ്കിലും ചെറിയ ഇഷ്യൂ ഉണ്ടായാൽ പോലും മാക്സിമം പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യാം. ഇന്ത്യൻ എംബസിയിലാണെങ്കിലും അല്ലെങ്കിൽ അവിടുത്തെ ഗാർദയോ എന്താ പറയുക അറിയില്ല, അയർലൻഡിലെ പോലീസിലും എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യാം. ഇന്ത്യൻ എംബസി പറയുന്നുണ്ട് ഞങ്ങൾ മാക്സിമം ഇവർ അയർലൻഡ് സർക്കാരിനെതിരെ പ്രഷറൈസ് ചെയ്യാൻ വേണ്ടി നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം നമ്മുടെ സേഫ്റ്റി നമ്മുടെ കയ്യിൽ തന്നെയാണ്. സോ മാക്സിമം എന്ത് ചെയ്യാം, നമ്മളിങ്ങനെ ഒരു സേഫായിട്ടിരിക്കുക, ഇതുപോലൊരു സാഹചര്യങ്ങൾ ഒറ്റപ്പെടാതിരിക്കുക. കുറച്ച് നാളിലേക്ക് ഇത് എന്ത് ചെയ്യാം, നമ്മൾ കുറച്ചും കൂടെ കരുതലായിട്ടിരിക്കുക. ഇതെല്ലാം എത്രയും പെട്ടെന്ന് ശരിയാവട്ടെ എന്നും അയർലൻഡ് പഴയ രീതിയിൽ സമാധാനപരമായിട്ട് അയർലൻഡായാലും നമ്മൾ ഇന്ത്യക്കാരും തമ്മിൽ സാഹോദര്യത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്നും നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു പഴയൊരു സമാധാനപൂർവ്വമുള്ള അയർലൻഡ് ആവട്ടെ എന്നും നമ്മൾ പ്രത്യാശിക്കുന്നു. എത്രയും പെട്ടെന്ന് പ്രശ്നങ്ങളൊക്കെ മാറട്ടെ. അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക. ആർക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒന്നും പറ്റാതിരിക്കട്ടെ.